നമസ്കാരം സുഹൃത്തുക്കളെ. ട്രംപ് ഭരണത്തിൽ കയറി, അതായത് ജനുവരി 20 ഭരണത്തിൽ വരുമ്പോൾ പറഞ്ഞിരുന്നത് ഐ എം ഓൺലി ടാർഗറ്റിംഗ് അൺഡോക്യുമെന്റഡ് ഇലീഗൽ ഇമിഗ്രൻസ്. ആദ്യം പറഞ്ഞിരുന്നത് അതായത് അമേരിക്കയിലുള്ള ഏകദേശം 4-5 ലക്ഷം ഇലീഗൽ ആയിട്ടുള്ള ഇമിഗ്രൻസിനെ പിടിച്ചു പുറത്താക്കുമെന്ന് പറഞ്ഞു തുടങ്ങി അദ്ദേഹം ആദ്യമായിട്ട്. പക്ഷേ അത് കഴിഞ്ഞിട്ട് അവരെ കൂടെ മുന്നോട്ട് പോയി. അതിനുശേഷം വിസ ഹോൾഡേഴ്സ് H1B1 വിഷയങ്ങൾ താങ്കൾ കേട്ടുവന്നായിരിക്കും അല്ലെ. മാഗ ക്യാമ്പയിനിങ്ങിൽ അവർ പറഞ്ഞ H1B1 ബന്ധപ്പെട്ട് അവർ ജോലിയിൽ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നു, വലിയൊരു വിവാദം വന്നു. അതിനുശേഷം ഗ്രീൻ കാർഡ് ഹോൾഡേഴ്സ് നിങ്ങൾ കണ്ടുപോലായിരിക്കും, യൂണിവേഴ്സിറ്റികളിലൊക്കെ ഗ്രീൻ കാർഡ് ഉള്ള അല്ലെ ആളുകളെ പിടിച്ചുകൊണ്ട് പോകുന്നു, അവർ അറസ്റ്റ് ചെയ്യുന്നു ബന്ധപ്പെട്ട വിഷയങ്ങൾ. അത് കഴിഞ്ഞ ശേഷം നൗ ദേ ആർ ടാർഗറ്റിംഗ് സിറ്റിസൺസ്. അതായത് താങ്കളെയും എന്നെ പോലെ എന്ന് പറയുന്നത് നാച്ചുറലൈസ് സിറ്റിസൺ, വേറൊരു രാജ്യത്ത് ജനിച്ചു, ഇവ അമേരിക്കയിൽ നിശ്ചിത വർഷം ജീവിച്ച ശേഷം ഞങ്ങൾക്ക് ഇവിടുത്തെ സിറ്റിസൺഷിപ്പ് കിട്ടി. നൗ ദേ ടാർഗറ്റിംഗ് സിറ്റിസൺസ്. അതായത് ഞങ്ങൾ പറയുന്നത് കേട്ട പ്രകാരം എന്ന് പറയുന്നത് അമേരിക്കയിലേക്ക് വിദേശത്ത് പോയി തിരിച്ചു വന്ന സിറ്റിസൺസിനെ ദേ ആർ ഡീറ്റെയിനിങ് ദം മണിക്കൂറുകളോളം. നോ ഹിസ്റ്ററി, അങ്ങനെ പ്രത്യേകിച്ച് ഹിസ്റ്ററി ഒന്നുമില്ല. അവരെ കൊണ്ടുവരുന്നു, അവരെ ബോർഡർ പെട്രോൾ CBP അല്ലെ, കസ്റ്റംസ് ആൻഡ് ബോർഡർ പെട്രോൾ അവരെ പിടിക്കുന്നു, അവർ കൊണ്ടുപോകുന്നു, അവർ കയ്യാൻ വെച്ച് കൊണ്ടുപോകുന്നു, ഡീറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നു, മണിക്കൂറുകളോളം അവർ തടവിൽ വെക്കുന്നു. അവിടെ വെച്ച് അവര് താങ്കളുടെ ഫോണും ഇമെയിലും അതിന്റെ ഈ ഫോണിന്റെ പാസ്വേഡ് ചോദിക്കുന്നു. ദേ ആർ ഡൂയിങ് ഓൾ സെർച്ച്. അപ്പൊ ചോദ്യം വളരെ സിമ്പിൾ ആണ് വിറ്റുബായി. നൗ ഇറ്റ്സ് അപ് ടു സിറ്റിസൺസ്. അതായത് ഇവിടുന്ന് തുടങ്ങി ഇലീഗൽ ഇമിഗ്രൻസ്, ഗ്രീൻ കാർഡ് ഹോൾഡേഴ്സ്, H1B സിറ്റിസൺസ്. എന്താണ്, എങ്ങോട്ടാണ് ഈ പോക്ക്? താങ്കൾ സൂചിപ്പിച്ച പോലെ ഇല്ലീഗൽ ഇമിഗ്രൻസ് എന്നല്ല അദ്ദേഹം ആദ്യം പറഞ്ഞത്, ക്രിമിനൽസ് എന്നാണ് ആദ്യം തുടങ്ങിയത്. ക്രിമിനൽസിൽ നിന്നും ഇല്ലീഗൽ ഇമിഗ്രൻസിലെത്തി. അവിടെ നിന്ന് ഗ്രീൻ കാർഡ് ഹോൾഡർ നമ്മൾ രണ്ട് അനുഭവങ്ങളും ഒന്ന് ഓർമ്മയുള്ളത്. ഒന്ന്, ഹമാസിന് വേണ്ടി സമരം ചെയ്ത ഒരു ഗ്രീൻ കാർഡ് ഹോൾഡർ, അതിന് നേതൃത്വം നൽകിയ കൊളംബിയ യൂണിവേഴ്സിറ്റിയിലെ ഒരു പയ്യനെ, അദ്ദേഹത്തിനെ പുറത്താക്കുന്ന, അവൻ വേറെ രാജ്യത്തെ പൗരനാണ്. ഒപ്പം തന്നെ ലെബനിൽ നിന്നും വന്ന ഒരു ഡോക്ടർ, വനിതാ ഡോക്ടർ, അവരുടെ ഫോണില് ഹെസ്ബുള്ള നേതാവ് ഇത് നസ്രുള്ളയുടെ ഫോട്ടോ, അവരുടെ ഫ്യൂണറലിന് വേണ്ടി പോയ ആ ഒരു ഡോക്ടർ, ആ സ്ത്രീയെയാണ് അവര് പുറത്താക്കിയത്. താങ്കള് പറയുന്ന പോലെ നമ്മൾ ചിന്തിക്കേണ്ടി വരുന്ന കാരണം ഇദ്ദേഹം ഒരു പക്ഷെ നമ്മൾ കരുതിയിരുന്നത്, ഞാനൊക്കെ ഒരു കൺസർവേറ്റീവ് ചിന്താഗതിക്കാരനാണ്, റിപ്പബ്ലിക്കൻ ചിന്താഗതി ഇദ്ദേഹത്തിന് പിന്തുണയ്ക്കുന്ന ഒരു ഇലക്ഷൻ സമയത്ത്. പക്ഷേ ഞാൻ എപ്പോഴും രാഷ്ട്രീയത്തിൽ ഒരു ബാലൻസിങ് കാണുന്നുണ്ട്. കാരണം അധികാരം ഒരിക്കലും ഒരു വ്യക്തിയുടെ കയ്യിലേക്ക് കേന്ദ്രീകരിച്ച് വരുന്ന ഒരു സാഹചര്യത്തില് അദ്ദേഹത്തിന് ഒരു ലക്കും ലഗാനും ഇല്ലാതെ തീരുമാനം. കാരണം അമേരിക്കൻ പ്രസിഡന്റ് നമുക്കറിയാം, ഒരു 2 വർഷം, 2 ടേമാണ് അവരുടെ ഒരു കാലാവധി എന്ന് പറയുന്നത്. അതിലുപരിയുമായിട്ട് ചൈനയിലെ പോലെയോ റഷ്യയിലെ പോലെയോ അല്ലെങ്കിൽ സൗദി രാജാവിന്റെ പോലെയോ അധികാരത്തെ പറ്റി അദ്ദേഹം സൂചിപ്പിച്ചു. അതായത് 3ാം ടേമില് JD വാൻസ് വൈസ് പ്രസിഡന്റിനെ പ്രസിഡന്റാക്കി മത്സരിപ്പിച്ച് ഇദ്ദേഹം വൈസ് പ്രസിഡന്റ് ആവാനായിട്ട് ഒരു മോഹം. ഇനി നമ്മൾ ഇവിടെ നിന്നും നമ്മളിപ്പോ ഏറ്റവും ഗാർസിയ എന്ന എൽസാവഡോർ പൗരനെ ഇവിടെ നിന്നും വാഷിംഗ്ടൺ DC നിന്നും കൊണ്ടുപോയി അവിടെ എൽസാവഡോറിലെ പ്രസിഡന്റ്, അദ്ദേഹം ഒരു പകുതി പാലസ്തീനിയനാണ്, നബീൽ ബുക്കൈൽ എന്ന് പറഞ്ഞ ആള്. ഇദ്ദേഹവുമായിട്ട് വളരെ കൂട്ടുകെട്ട്. അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ വാഷിംഗ്ടൺ DC വൈറ്റ് ഹൗസിൽ വന്നിരുന്നു. അപ്പൊ ഈ നബീൽ ബുക്കേലായിട്ട് ചേർന്നിട്ട് ഇവിടെയുള്ള പ്രതികളെ കൊണ്ടുപോകും. അതായത് താങ്കൾ പറഞ്ഞ സോറി കട്ടിങ്, അതായത് ഇവിടെ ഈ പറഞ്ഞ എൽസാവഡോർ പ്രസിഡന്റ് ആവശ്യം എന്ന് പറയുന്നത് സിറ്റിസൺസ് ആയിട്ടുള്ള ക്രിമിനൽസിനെ ഡിപ്പോർട്ട് ചെയ്യാൻ. കാരണം വേറെ ഒന്നുമല്ല, അമേരിക്കയിൽ ഒരു ക്രിമിനൽ, താങ്കൾ ഒരു ഉദ്യോഗസ്ഥനാണ് അല്ലെ, പോലീസുകാരനായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ഒരു ജയിലിൽ ഒരു വ്യക്തിനെ ഒരു ദിവസം ഏകദേശം എത്ര രൂപ വേണ്ടി വരും പോറ്റാനായിട്ട്? അതാണ് ഞാൻ പറഞ്ഞത്. അതിന് ഒരു ബാലൻസിങ് ആക്ട് എന്ന് പറയുന്നത്, അപ്പുറത്തെ ഭാഗത്ത് ഡെമോക്രാറ്റ്സ് നിന്ന് വാദിക്കുന്നത് മുഴുവനും MS-13 ലോകത്തിലെ ഏറ്റവും വലിയ ഗ്യാങ് ആണ്. ഈ ഗ്യാങ് ഉത്ഭവിക്കുന്നത് സൗത്ത് അമേരിക്കയിൽ നിന്ന് ഹിസ്പാനിക് സമൂഹം, അതായത് നമ്മൾ സ്പാനിഷ് എന്ന് പറയുന്ന ഹിസ്പാനിക്, മെക്സിക്കോ അതിന്റെ ഏറ്റവും അടുത്ത ബോർഡർ, അവിടെ നിന്ന് എൽസാവഡോർ, ഹോണ്ടുരാസ്, ഗോണ്ടന, അങ്ങനെയുള്ള രാജ്യങ്ങൾ, അങ്ങോട്ട് തെക്കോട്ട് പോകുന്നവരുള്ള രാജ്യങ്ങൾ, ഈ ഹിസ്പാനിക്, അത് സ്പാനിഷ് മാസം സംസാരിക്കുന്ന നമ്മളുടെ തൊലിനിറം അവരുടെ നമ്മുടെയാണ്, ബ്രൗൺ സ്കിന്നിന്റെ. ഇവര് അമേരിക്കയിൽ ഒരു 30% ഉണ്ട് കേട്ടോ. കാലിഫോർണിയയിൽ കൂടുതലായിട്ടും എല്ലാ സിറ്റികളിലും പോർട്ടോറിക്കൻസ്, സ്പാനിഷ് കൾച്ചർ. അപ്പൊ ഇത്തരത്തിലുള്ള വ്യക്തികളെ ആണ് ഇവരൊരു 40,000 പേരെ എൽസാൽവഡോർ പുനരധിവസിപ്പിക്കാമെന്ന് ജയിലുകളില്, ബാക്കിയുള്ളവരെ ഗോണ്ടനാമോയില് വിടാമെന്നുള്ളൊരു ധാരണയിലാണ് എത്തിയിരിക്കുന്നത്. പക്ഷെ ഇത് പരിധി വിടുന്നുണ്ടോ? ഒപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പരിധി വിടുന്നുണ്ടോ എന്നാണ് സുഹൃത്തുക്കളുടെ കാര്യം മനസ്സിലാക്കണം.
ഇത്തരത്തിലുള്ള ഈ പറയുന്ന സ്ട്രിക്റ്റ് ആയിട്ട് മെഷേഴ്സ് ഇതിനു മുമ്പ് ഞാൻ കണ്ടിരിക്കുന്നത് ചൈന ഹോങ്കോങ്ങിൽ ഈ പറയുന്ന ഹോങ്കോങ് താങ്കൾക്ക് അറിയുമെന്ന് അറിയില്ല, ഹോങ്കോങ്ങിൽ ഒരു അൺട്രസ്റ്റ് ഉണ്ടായിരുന്നു ചൈനയ്ക്ക് എഗെയിൻസ്റ്റ് ഒരു 5 വർഷം മുമ്പ്. ആ സമയത്താണ് ഇതുപോലെ സ്ക്രീനിങ് സിറ്റിസൺസിനോ വിസ ഹോൾഡേഴ്സോ അല്ലെങ്കിൽ എന്താ പറയുന്നത് ഗ്രീൻ കാർഡ് ആരായാലും സ്വദേശത്തേക്ക് മടങ്ങി വരുന്നവർ ഇത്രയധികം കർശനമായിട്ട് ചെക്ക് ചെയ്യുന്ന ഒരു രീതി ഇതിനു മുമ്പ് കണ്ടിരുന്നത് ഈ പറയുന്ന ചൈന ഹോങ്കോങ് കാലഘട്ടത്തിലായിരുന്നു. അത് സൂചിപ്പിക്കുന്നത് അമേരിക്കയിൽ എന്തോ ഒന്ന് സംഭവിക്കാൻ പോകുന്നുണ്ട്. താങ്കളുടെ അഭിപ്രായം? ഘട്ടം ഘട്ടമായിട്ടാണ് ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ പറയുന്ന പോലെ ഹോങ്കോങ്ങിലെ സ്ഥിതിവിശേഷം ചൈന ഒരു വേറൊരു ഡിക്റ്റേറിയൻ രാജ്യമാണ്, ടോട്ടാലിറ്റേറിയൻ സി ജിൻപിങ്ങിന്റെ അണ്ടറിൽ വരുന്ന ഒരു രാജ്യത്തിന്റെ അടുത്ത് കിടക്കുന്ന ഹോങ്കോങ് ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ബ്രിട്ടീഷിന്റെ അണ്ടറിലായിരുന്ന ഹോങ്കോങ്. ഈ രാജ്യത്ത് അവിടേക്ക് ഈ ജനങ്ങളുടെ ഇഷ്ടപ്രകാരം ജനാധിപത്യം എന്ന് പറയുന്നത് നമുക്കൊക്കെ ജനാധിപത്യം ഉള്ളപ്പോഴാണ് ഇദ്ദേഹത്തിന്റെ ആവശ്യം എന്ന് പറയുന്നത് ജനാധിപത്യം അട്ടിമറിക്കാനാണോ എന്ന് തോന്നുന്ന രീതിയിലാണ്. കാരണം സംശയം എന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല, അദ്ദേഹം പെട്ടെന്ന് ഒരു ദിവസം കടന്നു വന്ന് ലോക രാജ്യങ്ങൾക്ക് താരിഫ് പ്രഖ്യാപിക്കുന്നു, ഇന്ത്യക്ക് ഇത്ര ശതമാനം ഒരു കൺസൾട്ടേഷൻ ഒന്നുമില്ല അല്ലെ, ഒറ്റയ്ക്ക് ഒരു പേപ്പറായിട്ട് വന്ന് അദ്ദേഹം സംസാരിക്കും. വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത് അമേരിക്കയുടെ പ്രതിപക്ഷം എവിടെ പോയി? ഇതിനൊക്കെ ഞാൻ പറഞ്ഞല്ലോ, രണ്ട് ഈ കൺസർവേറ്റീവ് റിപ്പബ്ലിക്കൻസും ഡെമോക്രാറ്റ്സും ഓരോ രീതിയിൽ പോണം. അതായത് അപ്പുറത്ത് ഒബാമ ഇരിക്കുന്ന സമയത്ത് കാട്ടിക്കൂട്ടിയ കുറെ പരിപാടികൾ, അതായത് ആണും പെണ്ണും ഉണ്ടായിരുന്നിടത്തേക്ക് ഒരു 10-25 ജെൻഡർ ഉണ്ടാക്കി കൊടുക്കുക. അതല്ലെങ്കിൽ അദ്ദേഹം പാസ്സാക്കിയ ഈ ഒബാമേനെ ഞാൻ പറയും ചാട്ടമാർക്ക് അടിക്കേണ്ടതായിരുന്നു കഴിഞ്ഞ 2008-2009 കാലഘട്ടത്തിൽ ഒബാമയ്ക്ക് കടന്നു ഒബാമ ചെയ്തു വെച്ചതിന്റെ ആണ് ട്രംപിന് തിരുത്തേണ്ടി വരുന്നത്. ഒബാമ ചെയ്യാൻ പാടില്ലായിരുന്നു. അതായത് ഒരു കവേർഡ് കാലിഫോർണിയ, അതായത് ഒബാമ കെയർ എന്ന് പറഞ്ഞിട്ട് ഒരു പരിപാടി കൊണ്ടുവന്നു. ആരെ ഗുണഭോക്താവ്? ഈ 15% കാപ്പിരികൾ മാത്രം, കറുത്തവർഗക്കാര് മാത്രം ഗുണഭോക്താവ്. എല്ലാം കറുത്തവർഗക്കാർ തിരിച്ചു വന്ന് ഇയാൾ തിരിച്ച് വെള്ളക്കാർ. അപ്പോൾ സത്യം പറഞ്ഞാൽ അമേരിക്കക്കാർ കാരണം ഞാൻ സുഹൃത്തുക്കൾ കഴിഞ്ഞൊരു മാസമായിട്ട് ഈ പറഞ്ഞ ട്രംപിന്റെ വരവോടുകൂടി ഒരുപാട് കുടുംബങ്ങൾ ഒരു ആശങ്കയിലാണ്. കാരണം വളരെ ഫാമിലിയായിട്ട് സംസാരിക്കുമ്പോൾ ഈ ഗവൺമെന്റ് ജോലിയുമായി ബന്ധപ്പെട്ട ഒരുപാട് കുടുംബങ്ങളിലെ ജോലികൾ, ഇന്നലെ പോലെ ഒരു കുടുംബത്തെ നമ്മൾ കണ്ടപ്പോൾ അല്ലെ, ആ കുടുംബത്തിലെ അവിടുത്തെ ഒരു ചേച്ചി ഒരു ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്യാണ്, പക്ഷെ അവർ പോലും ലേ ഓഫ് പേടിക്കുകയാണ്. കാരണം എന്ന് പറയുന്നത് ഈ ട്രംപിന്റെ വരവ് എന്നുള്ള ഒരുപക്ഷെ അമേരിക്കർക്ക് തോന്നുന്നു. അതില് വേറൊരു കാര്യം, കൃത്യവിലോപം തൊഴിലില്. അത് താങ്കളിപ്പോ ഗവൺമെന്റ് ഓഫീസുകളിൽ, അമേരിക്കയിലെ ഒരു ഗവൺമെന്റ് ഓഫീസിൽ ചെന്നാൽ നിങ്ങൾ എന്തൊക്കെ ചിലതൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ അതായത് ഈ ട്രംപിന്റെ വരവിൽ ഒരു ആൾക്കാർക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം അതായിരുന്നു. കാരണം ട്രംപ് വരുന്നത് അമേരിക്കൻ ഇക്കോണമിയെ കൊണ്ടുവരും. അദ്ദേഹം പറഞ്ഞിരുന്ന കാര്യം എന്ന് പറയുന്നത് ഫസ്റ്റ് ഡേ റഷ്യ വാർ അവസാനിപ്പിക്കും, ഓക്കെ, ഈ പറഞ്ഞ ഉക്രൈൻ മിഡിൽ ഈസ്റ്റിലെ വാർ അവസാനിപ്പിക്കും, അമേരിക്കയുടെ ഇൻഫ്ലേഷൻ അവസാനിപ്പിക്കുന്നത് അദ്ദേഹം വാഗ്ദാനങ്ങളായിരുന്നു. വാഗ്ദാനങ്ങൾ ആർക്കും കൊടുക്കാം, അതിൽ വലിയ കഥയുള്ള കാര്യമൊന്നുമല്ല. പക്ഷേ ഏകദേശം 3 മാസം കഴിഞ്ഞു, അമേരിക്കൻ ഇക്കോണമി താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മൈറ്റ് ബി എ റിസഷൻ ഹിയർ. അമേരിക്ക എന്ന് പറയുന്ന ഒരു വലിയൊരു ടൈറ്റാനിക് ഷിപ്പാണ്. അതായത് പെട്ടെന്ന് അങ്ങനെ തിരിക്കാൻ സാധിച്ചു വരില്ല. ഒരു ഐസ്ബർഗ് കണ്ടപ്പോൾ അതിന് മുങ്ങില്ല എന്ന് പുറത്തെ ഒരു ഖ്യാതി പറഞ്ഞു വരുത്തുക, പക്ഷെ തിരിക്കുക അത്ര എളുപ്പമായൊരു ഷിപ്പല്ല. അത് ട്രംപിന് ഏകദേശം മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇവിടുത്തെ സ്ഥിതി അല്പം മോശമാണ്. കാരണം പല കുടുംബങ്ങളും, ഇന്ത്യൻ കുടുംബങ്ങൾ ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ പോസ്റ്റ് ഓഫീസിൽ ലേ ഓഫ് അടുത്തതിന് സാധിക്കുന്നതായിരിക്കും. അതും കൂടി വന്നു കഴിഞ്ഞാൽ ഒരുപാട് കുടുംബങ്ങളിൽ വലിയ തരമായി പോകും. കാരണം ഇപ്പോൾ മലയാളികളടക്കം ഇന്ത്യക്കാർക്ക് തെറ്റുപറ്റുമോ എന്നുള്ളൊരു തോന്നൽ വന്നു തുടങ്ങിയോന്ന് എനിക്ക് ബലമായ സംശയമുണ്ടോ? ഞാൻ പറയുന്നത് ഇതിലേക്ക് ഒരു ഗ്ലോബൽ പൊളിറ്റിക്സിന്റെ ഭാഗം കൂടി കൂട്ടിച്ചേർക്കാണ്. ഇപ്പൊ ട്രംപിന് ശക്തി എന്ന് പറയുന്നത്, ഇപ്പൊ നേരത്തെ നമ്മൾ തമ്മിൽ സംസാരിച്ച സമയത്ത് പറഞ്ഞിരുന്നു, ഇപ്പൊ ഇന്ത്യയും ചൈനയും കൂടി ഒരുമിച്ച് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാല് പോടാ ട്രംപേ എന്ന് പറയായിരുന്നു. എന്തുകൊണ്ടാണ് ഈ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തിയത്? ചൈന അവിടെയുള്ള ഭൂപ്രസിദ്ധ ഈ അക്സൈ ചിൻ എന്ന് പറഞ്ഞ ജമ്മു കാശ്മീരും അതല്ലെങ്കിൽ അരുണാചൽ പ്രദേശിലൊക്കെ ക്ലെയിം വെക്കുന്നത് കൊണ്ടാണ്. അതല്ലെങ്കിൽ ചൈനയ്ക്കും ഇന്ത്യക്കും കൂടി ചേർന്ന് കഴിഞ്ഞാൽ യൂറോപ്യൻ യൂണിയൻ അമേരിക്കയും ചേർന്ന ഒന്നുമല്ല. അവിടെയുള്ള പരസ്പര വിരുദ്ധമായിട്ടുള്ള അതിർത്തി തർക്കങ്ങളാണ് ഈ ട്രംപിനൊരു ശക്തി എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, നക്ഷൽ എന്ന് പറയുന്നെങ്കിൽ അമേരിക്കയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ഇന്ത്യയെന്ന് അല്ലെ. ഇന്ത്യയിൽ വിസിറ്റിംഗ് വിസയിലോ ഗ്രീൻ കാർഡിലോ അല്ലെങ്കിൽ നിങ്ങളുടെ വെക്കേഷൻ ഇവിടുന്ന് മടങ്ങിപ്പോയ സിറ്റിസൺ ആണോ എങ്കിൽ നിങ്ങളുടെ ഫോൺ ഹിസ്റ്ററി, അതായത് നിങ്ങളുടെ ഫോണ് നിങ്ങൾ ഡിലീറ്റ് ഫോണിലേക്ക്. പക്ഷെ ഞാൻ ഒരു കാര്യം ഡിലീറ്റ് ചെയ്ത് അങ്ങനെ ഒളിപ്പിക്കാല്ലോ. നിങ്ങളുടെ വ്യക്തി, നിങ്ങൾ വിശ്വസിക്കുന്ന ഭാഗം. ഇപ്പൊ എന്റെ ഫോണിൽ നസറുള്ളയുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ എന്നെ തീർച്ചയായിട്ടും തിരിച്ചുവിടണം.
എന്റെ ഫോണിൽ നസറുള്ളയുടെ ഫോട്ടോയുടെ ആവശ്യം എന്താ? ഒരു തീവ്രവാദി അമേരിക്ക മുദ്ര കുത്തിയ ആള്, അത് ആ ഒരു ഭാഗം കൂടി നമ്മൾ തള്ളിക്കളയരുത്. ഇപ്പൊ കൊളംബിയ പഠിക്കാൻ വന്നു, സ്റ്റുഡന്റ് വിസയില് F1 വിസയിൽ വന്നു, ഗ്രീൻ കാർഡ് കിട്ടി, ഇവിടെ വന്ന് ഹമാസിന് വേണ്ടി ജയിപ്പിക്കാനല്ലല്ലോ. ആ ഒരു ഭാഗം ഞാൻ രണ്ട് ഭാഗത്തും കൂടി താങ്കളുടെ വിക്ടറിന്റെ ഭാഗം വളരെ ശരിയാണ്. കാരണം അമേരിക്കൻ കോളേജുകളിൽ സ്റ്റുഡന്റ് വിസയിലാ വരുന്നത്. നീ സമരം സൗദി അറേബ്യയിൽ ചെയ്യും, നീ സമരം ദുബായിൽ പോയി ചെയ്യും. അതായത് ഉദ്ദേശിച്ച സംഭവം എന്ന് പറയുന്നത് ബോസ്റ്റൺ എയർപോർട്ടിൽ എന്താ പറയുന്ന ഒരു കിഡ്നി സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഒരു ഡോക്ടറെ, ലെബനീസ് ഡോക്ടറായിരുന്നു, അവരെ തിരിച്ചുവിടുകയുണ്ടായി, വലിയൊരു പ്രക്ഷോഭമൊക്കെ ഉണ്ടായി. അതിന് ഞാൻ അംഗീകരിക്കുന്നു. ഒമർ ഖലീലിനെ അല്ലെ, ഒമർ ഖലീൽ ഗ്രീൻ കാർഡ് ഹോൾഡറായ പലസ്തീൻ കൊളംബിയ യൂണിവേഴ്സിറ്റി, ഗ്രീൻ കാർഡ് ഒന്നുമല്ല, അദ്ദേഹത്തിന്റെ പാസ്പോർട്ട് വേറെ. അപ്പൊ ഇവരൊക്കെ പിരിച്ചുവിട്ടു. കാരണം ലക്ഷൽ എന്ന് പറയുന്നത് ഇവിടുത്തെ കോളേജുകളിൽ മൂവ്മെന്റ് ഗോയിങ്. അതായത് ഇന്ത്യൻ കോളേജുകളിൽ ഈ ലെഫ്റ്റുകളുടെ ഭാഗം നമുക്കറിയാലോ, നമ്മുടെ JNUവിലേക്ക് ഓർമ്മയില്ലല്ലേ, CIക്കെതിരായിട്ട് ദീപിക പദുക്കോൺ, അതുപോലെ അല്ല കൊളംബിയോ അല്ലെങ്കിൽ USC, നമ്മുടെ ഇവിടെ അടുത്തുള്ള UC അല്ലേ, അതിര് വിടുന്നു. നമ്മുടെ മെയിൻ ചോദ്യം എന്ന് പറയുന്നത് ട്രംപ് അതിര് വിടുന്നു എന്നുള്ളതാണ്. കാരണം എന്റെ ഒരു ഇപ്പോഴത്തെ അനാലിസിസിൽ ട്രംപ് അതിര് വിടുന്ന എനിക്ക് തോന്നുന്നു. പക്ഷെ ചെയ്യേണ്ട കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പകരം അദ്ദേഹം വേറെ പല കാര്യങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. ഒരു പക്ഷേ അദ്ദേഹം അത് വിടുന്നുണ്ട് എനിക്ക് തോന്നുന്നുണ്ട്. താങ്കളുടെ അഭിപ്രായം അവസാനിക്കുമ്പോൾ? തീർച്ചയായിട്ടും നമ്മള് ഭയം, മറ്റേ കൊറോണ വന്ന സമയത്ത് പറഞ്ഞ മാതിരി കരുതല് വേണം. കാരണം ഒരു വ്യക്തിയിലേക്ക് പണ്ട് 1940കളിൽ അഡോൾഫ് ഹിറ്റ്ലറിന്റെ കൈകളിലേക്ക് രണ്ടാം ലോക മഹായുദ്ധത്തിലേക്കും ലോകത്തിനൊരു ഇതിലേക്ക് നയിച്ച പോലെ അങ്ങനെ ഒരു സാഹചര്യം ജനാധിപത്യത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. നമ്മ എല്ലാ പ്രത്യയശാസ്ത്രങ്ങളെയും ട്രംപിന്റെ ആവശ്യകത ഉണ്ടായിരുന്നു. പക്ഷെ അത് അതിരുവിട്ടാല് ആ വ്യക്തിയിലേക്ക് അദ്ദേഹത്തിന്റെ മോഹം സി ജിൻപിങ് ചൈനയിൽ ഇരിക്കണോണം, പുടിൻ റഷ്യയിൽ ഇരിക്കണോണം ഭരിക്കണം എന്നാണ്. താങ്കൾക്ക് ഇപ്പോഴും ഈ നാട്ടില് ഭൂമിയുണ്ടോ? വീടുണ്ടോ? ചിലപ്പോ വരേണ്ടി വരും, ഞങ്ങൾ അങ്ങോട്ട് വരേണ്ടി വരും. കാരണം വെള്ളക്കാര് മാത്രം മതി എന്നാണ് ട്രംപിന്റെ ഒരു ചിന്താഗതി. പക്ഷെ ഇവിടുത്തെ ജുഡീഷ്യറി ഉണ്ട്, ജുഡീഷ്യറിയില് പിന്നെ എക്സിക്യൂട്ടീവ്, ലെജിസ്ലേറ്റീവ് എല്ലാം ട്രംപിന്റെ കയ്യിലാ. അല്ല, ജുഡീഷ്യറി ജഡ്ജിമാരിപ്പോ നമ്മളിപ്പോ ചെല്ലും, ഒരു കേസുമായിട്ട് ചെല്ലുമ്പോ അതിന്റെ ഇത് നമ്മളൊരു ക്രൈം ചെയ്തു, നീ നസറുള്ളയുടെ ഫ്യൂണറലിനെ പോയിട്ട് വരണമെന്നുണ്ടെങ്കിൽ നിന്നെ പുറത്താക്കും. തീവ്രവാദിയുടെ ഒരു ഫ്യൂണറലിനെ നീ പോയി എന്നുണ്ടെങ്കിൽ നിന്നെ പുറത്താക്കും. അത് അതിൽ നോക്കിയിട്ട് കാര്യമില്ല. പക്ഷെ നീ ഒരു ഇതുള്ള ഒരു ഈ പൗരനാണെങ്കില്, അതായത് നിനക്കൊരു രാജ്യത്ത് നീ ഈ രാജ്യത്തിന്റെ അല്ലെങ്കിൽ നീ ഈ രാജ്യത്തിന്റെ ഇത് പൗരത്വം എടുക്കരുതായിരുന്നു, നീ ഇന്ത്യയുടെ പാസ്പോർട്ടും കൊണ്ട് നടക്കണായിരുന്നു. അവർക്ക് പൗരത്വം അല്ല, ഞാൻ നിന്റെ കാര്യം പറഞ്ഞത്, എന്റെ കാര്യം ഞാൻ പോയിട്ടില്ല. അപ്പൊ ഇനി സുഹൃത്തുക്കളെ, എന്തായാലും ട്രംപ് അതിര് വിടുന്നു എന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും സംശയമുണ്ട്. വരും ദിവസങ്ങൾ ഒരു പക്ഷേ മോശകരമായ ഒരിക്കലും ഏതൊരു രാജ്യത്തും, ഇന്ത്യ ആയാലും സൗദി അറേബ്യ ആയാലും അമേരിക്ക ആയാലും ജനാധിപത്യം ജനങ്ങളുടെ ആധിപത്യമാണ്. അത് അട്ടിമറിച്ചപ്പെട്ട് അതിന്റെ ഒരു അടിമത്തത്തിന്റെ കീഴിൽ കമ്മ്യൂണിസത്തിലോ ഇസ്ലാമിസ്റ്റുകളിലോ അതല്ലെങ്കിൽ അത്തരത്തിലുള്ള പുട്ടിന്റെ അണ്ടറിലൊക്കെ ജീവിക്കുമ്പോഴാണ് ഭയത്തോടെ ജീവിക്കേണ്ടി വരുന്നത്. അത് ഭയമില്ലാതെ ജീവിക്കുന്ന യൂറോപ്യൻ യൂണിയൻ അമേരിക്കയിലും അത് അട്ടിമറിക്കപ്പെട്ട് കഴിഞ്ഞാല് മോശം തന്നെയാണ്.